ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പം നമുക്ക് ഒന്നൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കറ്റാർവാഴ. ഇത് നമ്മുടെ ബ്രഹ്മിയാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ വേണം നോക്കാം കേട്ടോ. നമ്മുടെ കറ്റാർവാഴ മഞ്ഞക്കറയൊക്കെ കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കറ്റാർവാഴയൊക്കെ നോക്കുകയാണവൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ മൂപ്പര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് എഗ്ഗ് വേണം. അപ്പോൾ എഗ്ഗ് ഒരു എഗ്ഗാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് എഗ്ഗ് നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ്. എഗ്ഗ് പ്രോട്ടീനാണല്ലോ. അപ്പം ഞാൻ എഗ്ഗിൻ്റെ വൈറ്റാണ് എടുക്കാറ്. ഞാൻ ഇതിന് മുമ്പും എഗ്ഗ് വെച്ചിട്ടുള്ളൊരു ബാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതാണ് എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ യോക്ക് യൂസ് ചെയ്യാൻ കാണാറുണ്ട്. ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ആ ഒരു തവണ മാത്രമേ ഞാൻ എഗ്ഗിൻ്റെ യോക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭയങ്കര പച്ചമണമാണ്. അപ്പം നമുക്ക് മുടി ഒന്നും നമുക്കൊരു സുഖം തോന്നില്ല, ഒരു മാതിരി സ്മെല്ലായിരിക്കും. അപ്പം ഞാൻ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യാറ്. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ ഹെയർ പാക്കൊന്നും യൂസ് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റ് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു എഗ്ഗിൻ്റെ വൈറ്റ് എടുക്കുക, 1-2 ടീസ്പൂൺ നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിലില്ലേ, ആ കോക്കനട്ട് ഓയിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഷാമ്പു വാഷ് ചെയ്യണമെന്നില്ല. അപ്പോൾ എഗ്ഗിൻ്റെ യോക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷാമ്പു വാഷൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ എഗ്ഗിൻ്റെ വൈറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എഗ്ഗിൻ്റെ യോക്ക് നമുക്ക് ബുൾസി അടിക്കല്ലേ കുഞ്ഞെ. അപ്പം ഞാൻ ഇത് കഴിഞ്ഞ് നമ്മുടെ ഹെയർ ഓയിൽ എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈനെസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ നന്നായി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കറ്റാർവാഴ മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എഗ്ഗിൻ്റെ യോക്ക് എഗ്ഗിൻ്റെ വൈറ്റ് ഞാൻ അടിച്ചു കൊടുത്തിട്ടില്ല, അത് ഞാൻ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നന്നായി നമ്മുടെ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായി തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്ക് തലയിൽ വെച്ചാൽ മതി കേട്ടോ. 10-15 മിനിറ്റിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം. ഞാൻ 10-15 മിനിറ്റൊക്കെ വയ്ക്കും. ചില സമയം ഞാൻ അരമണിക്കൂറൊക്കെ വയ്ക്കാറുണ്ട്. ഇങ്ങനെ കുറച്ച് സമയമൊക്കെ വയ്ക്കും. പക്ഷേ 15 മിനിറ്റ് കൂടുതൽ വയ്ക്കാമെന്ന് ഞാൻ പറയില്ല. കാരണം ഓരോരുത്തരുടെയും പറയാനും കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് കുറേ സമയം ഇത് വെച്ച് കഴിയുമ്പോൾ പനിയൊക്കെ വരുമല്ലോ. ഈ തണുപ്പല്ലേ, ഒന്നാമത് തണുപ്പാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വെച്ചത് വാഷ് ചെയ്ത് കളയാം.